ഹലോ നമസ്കാരം, താര സൗണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഇത് നമ്മൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ത് തരം അച്ചാറാണെന്ന്. അപ്പോൾ ഇതൊരു നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനം വെച്ചിട്ടുള്ള അച്ചാറാണിത്. തണ്ണിമത്തൻ്റെ തോട് വെച്ചിട്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കണത്. അപ്പോൾ ആ തോട് നമ്മൾ പച്ചഭാഗമൊക്കെ അരിഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നേർമയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും കൂടി ചേർത്ത്, ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറേ ഒരു 3-4 മണിക്കൂർ വരെ അങ്ങനെ എടുത്ത് വെച്ചേക്കണതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുവും കൂടി എടുത്തിട്ട് വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും അരിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായം നമ്മൾ ചേർക്കേണ്ട. അപ്പോൾ നമ്മൾ എള്ളെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ തണ്ണിമത്തൻ്റെ തോട് അരിഞ്ഞതിന് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഈ കട്ടിക്ക് നമ്മൾക്കൊന്ന് ഇത് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് സോഫ്റ്റ് ആവില്ല. അപ്പോൾ ഉപ്പ് പുരട്ടി ചേർക്കണ കാരണം ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല കട്ടിയുള്ള സാധനമാണ്. നാരങ്ങയുടെയും മാങ്ങയുടെയും പോലെയല്ല. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നല്ലെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കായം ഇട്ടിട്ട് അതൊന്ന് അതിൽ തന്നെ കിടന്നലിഞ്ഞോളും. പിന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് ചേർക്കണ കാരണം ഉലുവ ഇപ്പം പൊട്ടിക്കാനില്ല. പിന്നെ കറിവേപ്പില നമ്മൾ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും പൊട്ടിച്ചതിന് ശേഷം ഈ തണ്ണിമത്തൻ്റെ തോട് ചേർത്ത് കൊടുക്കാം. പൊടികളൊന്നും ഇടണ്ട. അപ്പോൾ ഇതിൽ കിടന്ന് ഈ തണ്ണിമത്തൻ്റെ തോട് നന്നായിട്ടൊന്ന് വേകണം. ഒരു 5 മിനിറ്റ് വരെ നമുക്കിത് ചെറുതീയിലിട്ടിട്ട് മൂടി വയ്ക്കണം. ഇത് നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയാലാണ് അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ സാധനം നല്ല കട്ടിയുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഒരുവിധം വെന്തിട്ടുണ്ട്. ബാക്കി ഇത് ഇരുന്ന് കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഒരുവിധം 3/4 വേവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി 1 മിനിറ്റ് നേരം അതും വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. മാങ്ങ ഇപ്പം ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ വെന്തോളും. അപ്പോൾ ഇത് നല്ല അടിപൊളി അച്ചാറാണ്. നമ്മൾ തണ്ണിമത്തനൊക്കെ ഉള്ളിൽ പൾപ്പെടുത്തതിന് ശേഷം കളയുന്ന സാധനം വെച്ചിട്ട് നമുക്ക് അടിപൊളി അച്ചാറുണ്ടാക്കാം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഉലുവയും കടുകും കൂടി വറുത്ത് വെച്ചേക്കണ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് നല്ല അടിപൊളി മണം ഉണ്ടാവുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഞാനിതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കുന്നതിന് പകരം ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് ചെറുതിയിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നല്ലെണ്ണയിൽ നമ്മളിത് അച്ചാറിടുന്ന കാരണം ഇത് കുറേ നാൾ കേടാകാതിരിക്കും. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഗാർലിക് പൗഡറും കൂടി ചേർക്കുന്നതിൻ്റെ ഇടക്ക് പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ അതിൻ്റെ ഇടക്ക് വിനാഗിരി, ആവശ്യമുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം, ചെറുതായിട്ട് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കാം. പുളിയുമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പും പാകത്തിന് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി അച്ചാറാണിത്. നമ്മൾ ഇനി തണ്ണിമത്തനൊക്കെ ഈ വേനൽക്കാലത്ത് തണ്ണിമത്തനൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വീടുകളിൽ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കധികം പൈസ ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി അച്ചാറാണ്. അപ്പം നമ്മൾ ഗാർലിക് പൗഡറും പിന്നെ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തേക്കണ കാരണം ഇതിന് നല്ല മണവും നല്ല ടേസ്റ്റുമായിരുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
അപ്പം നമ്മൾ അച്ചാറുണ്ടാക്കി ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് പകർത്തി മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ചൂടാറിയിട്ടൊരു ചില്ല് ബോട്ടിലൊക്കെ മാറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇരുന്നിട്ടായാലും ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല അടിപൊളി അച്ചാറാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.